ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങളിന്നൊരു യാത്ര പോകാനുള്ള ഒരു പരിപാടിയിലാട്ടോ. ഞങ്ങളിപ്പോൾ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെയാണ് വന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകാനുള്ള പരിപാടി. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്ന തിരക്കാട്ടോ. അതിൻ്റെ ഒരു ഇതൊക്കെയാണ് എല്ലാവരും കാണുന്നത്. പിന്നെ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ കീഴരിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇരിങ്ങത്തുനിന്ന് ഞങ്ങൾ ബസ് കയറി. ഞങ്ങൾ പേരാമ്പ്ര ബസ്സിലാണ് കയറിയത്. പക്ഷേ എന്താ പറയുക, മേപ്പയൂർ എത്തിയപ്പോൾ ഞങ്ങൾ ഒന്ന് ഇറങ്ങി, പിന്നെ വീണ്ടും പേരാമ്പ്ര ബസ്സിൽ തന്നെ കേട്ടോ കയറിയേ. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്താ പറയുക, ഇവിടെ എത്തി കേട്ടോ. ഞങ്ങളിപ്പോൾ മേപ്പയൂരെത്തി. ഇനി ഇവിടുന്ന് ഞങ്ങൾ മെല്ലെ പേരാമ്പ്രയിലോട്ട് പോകണം. അപ്പോൾ ഞങ്ങളങ്ങനെ ഫൈനലി പേരാമ്പ്ര എത്തി കേട്ടോ. പേരാമ്പ്ര എത്തിയപ്പം പിന്നെ എല്ലാവർക്കും ഭയങ്കര ദാഹവും വിശപ്പൊക്കെ. അപ്പോൾ ഞങ്ങൾ പേരാമ്പ്രയിലുള്ള ശ്രീലക്ഷ്മി ബേക്കേഴ്സിൽ കയറിയിട്ട് ഞങ്ങൾ ലൈറ്റായിട്ടൊന്ന് കഴിച്ചു. അതായത് ജ്യൂസും ഷേക്കും ഐസ്ക്രീമൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷപ്പ് ചെയ്തു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ വേറൊരു കസിൻസ് വരാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ വീണ്ടും ഞങ്ങൾ ബസ് കയറി. സത്യം പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന്. ഞങ്ങൾ പോകുന്നത് മുതുകാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പേരാമ്പ്രയിൽ നിന്ന് പോകണം. പക്ഷെ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റ് വരെ കാണാം, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. പിന്നെ എന്താ പറയുക, അടിപൊളി സ്ഥലമാണ്. പിന്നെ കുറേയൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. ബാക്കി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറേ കൂടെ, അതായത് ഫോറസ്റ്റിലേക്കൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യും. ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മൂഴി ഡാം കേട്ടോ. മൂഴി ഡാം എത്തി ഞങ്ങൾ. ഓക്കെ, മുതുകാട് ബസ്സിലാണ് പോകുന്നത്. ഞങ്ങൾ മൂഴി ഡാം ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. നിങ്ങൾക്ക് ഡാമൊക്കെ കാണാൻ പറ്റും. മൂഴി ഡാം ഇപ്പം നിങ്ങൾക്ക് ഡാം കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, എന്താ ഭംഗിയല്ലേ, അടിപൊളി. ഞങ്ങളങ്ങനെ മൂഴി ഡാമൊക്കെ ക്രോസ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു പള്ളിയാണത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ പള്ളിയും അതിന് ചേർന്നൊരു സ്കൂളാണ് കേട്ടോ ഉള്ളത്. ആ ചുറ്റുവട്ടത്തൊക്കെ നേരത്തെയൊക്കെ ഈ ഒരു സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം കുറേ ദൂരത്തുനിന്നൊക്കെ കുട്ടികൾ ഈ സ്കൂളിലായിരുന്നു പഠിക്കാൻ വരിക. പിന്നെ ഞങ്ങൾ ബസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആരുമില്ല, എല്ലാവരും ഇറങ്ങി. ലാസ്റ്റ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആ ബസ്സിൽ ഇറങ്ങാൻ ബാക്കി. അധികം ആൾക്കാരൊന്നും അങ്ങോട്ട് മീൻസ് ഉണ്ടാവത്തില്ല. കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂഴി ഡാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബസ്സിലൊന്നും ആൾക്കാരുണ്ടാവത്തില്ല അധികം. പുഴ കേട്ടോ കാണുന്നത് ദൂരെ. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, മലയും പുഴയും ഒക്കെ ആയിട്ട്. അടിപൊളി. നല്ല രസമായിരുന്നു യാത്ര, നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് പോകാനേ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഇപ്പോൾ എന്താ പറയുക, ഏകദേശമൊക്കെ എത്താറായി കേട്ടോ. അവളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ എത്താറായി ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് മുതുകാട് ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ വൈഫിൻ്റെ വീട്ടിലാട്ടോ. ആൾ കുറേ ആയിട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളൊരു ട്രിപ്പായിട്ട് ഇതൊന്ന് പ്ലാൻ ചെയ്തു. ഞങ്ങൾ ഫൈനലി ആളുടെ വീട്ടിലെത്തി കേട്ടോ. എല്ലാവരും ഉണ്ട് ഇവിടെ. മാമൻ്റെ മോളാണ് ഇത് കസിൻ്റെ മോനാണ് ബിയോൺ. കിച്ചു എൻ്റെ മോൻ. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ഈ സമയത്ത്. പിന്നെ അവിടുത്തെ ഭംഗിയൊക്കെ കണ്ടോ. ആ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം കേട്ടോ ഇതൊക്കെ ഞാൻ കാണിക്കണേ. പിന്നെ എല്ലാവരും കുറച്ച് സമയം ഇങ്ങനെ വിശ്രമിച്ചു, വെള്ളമൊക്കെ കുടിച്ചു. ഒരു ബേക്കറിയും വെള്ളമൊക്കെ കൊണ്ടു തന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ സമയമായി. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. നല്ല നെയ്ച്ചോറായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ബീഫ് കറി ഉണ്ടായിരുന്നു, പോർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി നന്നായിട്ടൊന്ന്
വയറ് ഫുള്ളാക്കിട്ടോ. അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ബീഫും പോർക്ക് ഇതൊന്നും രക്ഷയില്ല. അടിപൊളിയായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളൊന്ന് ഇറങ്ങി കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൻ്റെ താഴോട്ട്, വീടിൻ്റെ തൊട്ടടുത്ത് ഇവിടെയാണ് അവർ കുളിക്കാറും നനയ്ക്കാറൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത് അവരുടെ വീട്ടിലെ തോണിയാണേ. അവർ ഈ തോണിയൊക്കെ വെച്ചിട്ടാണ് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ പോകുന്നതും പിന്നെ മീനെ പിടിക്കുന്നതും അങ്ങനെയൊക്കെ. മീനല്ലാതെയും പിടിക്കാം കേട്ടോ. കരയിൽ നിന്നിട്ട് ഞങ്ങൾ മീനെ കുറേ പിടിക്കുന്നുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കി, എന്തൊരു ഭംഗിയാന്ന് അറിയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എത്ര സമയം വേണമെങ്കിലും നമ്മളവിടെ ഇരുന്ന് പോകും. നല്ലൊരു ക്ലൈമറ്റും കൂടിയാണെങ്കിൽ ഉണ്ടല്ലോ, പറയേ വേണ്ട, നമുക്ക് എഴുന്നേക്കാനേ തോന്നത്തില്ല. അത്രയും ഭംഗിയാണ് കാണാൻ. എന്ത് രസം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ആസ്വദിക്കുക കേട്ടോ. ഞാനും അതിൻ്റെ കൂടെ ആസ്വദിക്കുന്നുണ്ട്. എന്ത് രസമല്ലേ വെള്ളത്തിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ. വെള്ളത്തിലല്ലെങ്കിലും കളിക്കാൻ നല്ല രസമാണ്. പക്ഷേ എനിക്ക് നീന്താൻ അറിയാത്തത് കൊണ്ട് ഞാൻ അധികം റിസ്ക് എടുത്തിട്ടില്ല. പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് കയറി. പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തിനാ സമയം കളയുന്നത്, വാ പോയി മീനെ പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ മീനെ പിടിക്കാൻ പോട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ കിച്ചുവും ടീമൊക്കെ ഇവിടുന്ന് വെള്ളത്തിൽ തന്നെയാണ്. എഴുന്നേൽക്കേണ്ട യാതൊരു പരിപാടിയില്ല. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് വേറെ ഒന്നും വേണ്ടല്ലോ. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കാൻ തുടങ്ങി കേട്ടോ. മീനെ പിടിക്കേണ്ട ഒരു സ്പോട്ടുണ്ട്, അവിടത്തോട്ടുള്ള നടത്താം. വായോ നമുക്കൊന്ന് പോവാം. എന്ത് മീനെ കിട്ടും നമുക്കിന്ന് നോക്കാം. കുറേ മീനുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അത്യാവശ്യം വലിയ മീനൊക്കെ കിട്ടാറുണ്ടെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അപ്പം നമുക്കത് വിശ്വസിക്കണോ ഇല്ലയോ എന്നുള്ളത് കണ്ടിട്ടറിയാലോ അല്ലേ. കുറച്ചുണ്ട് കേട്ടോ, കുറച്ചിങ്ങോട്ട് നടക്കണം അവിടെ നിന്ന്. എന്നാലാണ് ഒരു മീൻ പിടിക്കുന്നൊരു സ്പോട്ടൊക്കെ എത്തത്തുള്ളൂ. എന്ത് ഭംഗിയല്ലേ ഇങ്ങനെ ശരിക്ക് നടന്നു പോകാനും. എന്താ പറയുക, ഇത്ര അടുത്ത് വെള്ളം. പക്ഷേ നീന്താൻ അറിയണം കേട്ടോ. എല്ലാ കുട്ടികളും എല്ലാവരും ഇപ്പം നീന്താൻ പഠിക്കണം. നീന്താൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാനോ ഒന്നും ഭയങ്കര പേടിയായിരിക്കുമല്ലോ. ഇത്രയും നല്ല എന്താ പറയുക മനോഹരമായ സ്ഥലത്ത് വന്നിട്ട് പോലും എനിക്കൊന്നും നീന്താൻ പോലും പറ്റിയില്ല പേടിച്ചിട്ട്. ഞങ്ങളങ്ങനെ മീനെപ്പിടുത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. എല്ലാവരും മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. കുറേ കാണികളാണ്, ബാക്കി ആൾക്കാരൊക്കെയാണ് പിടിക്കണത്. എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയാണ് പിടിക്കണത്. ഇതിപ്പോൾ ഒരു വലിയൊരു മീനിനെ കിട്ടിയിട്ടോ. അതിനെ പിടിക്കാനുള്ള മലമ്പെടുത്തായിരുന്നു. പക്ഷേ എന്ത് പറയാനാ, ആ മീൻ മിസ് ഔട്ടായിപ്പോയി. അതിൻ്റെ ഒരു പ്രകോപനമാണ് അവിടെ കാണുന്നത്. മീൻ കരയിലെത്തി. ഒരു 8 കിലോ ഒക്കെ കാണും ആ മീനിന്. അത് കരയിലെത്തി, അതിനെ പിടിച്ചിട്ട് കിട്ടിയില്ല. അതിൻ്റെ ഒരു പ്രകോപനമാണ് അവിടെ കണ്ടത്. ഇപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് രണ്ടാമതൊരു മീനിനെ കിട്ടിയിട്ടോ. മീൻ പിടിച്ചു, പക്ഷെ നമുക്ക് കയ്യിൽ കിട്ടിയില്ല. അത് കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ ചൂണ്ട വലിച്ചുകൊണ്ടിരിക്കുകയാണേ മീനിൻ്റെ. കണ്ടോണേ, അതാ കണ്ടോ, വലിയൊരു മീനാട്ടോ. അതിനെ കിട്ടുമോയെന്ന് അറിയത്തില്ല. കണ്ടോണേ. അയ്യോ കണ്ടോണേ, പോയോ. ഇതാ കണ്ടോണേ. ഇതാ, അയ്യോ ആ മീനും പോയി. ഷോ, രണ്ടാമത്തെ മീനാട്ടോ മിസ് ചെയ്യുന്നത്. വലിയൊരു മീനായിരുന്നു, അതും പോയി. അങ്ങനെ ഞങ്ങൾ മീനെ പിടുത്തൊക്കെ കഴിഞ്ഞ് രാത്രി എല്ലാവരും വീട്ടിലെത്തി. എല്ലാവരും ഫുഡ് കഴിക്കേണ്ട പരിപാടിയിലാണ് ഇപ്പോൾ.
പിന്നെ ഓരോരോ ആൾക്കാർ ഓരോ വഴിയിലുണ്ട്. കുറേ ആൾക്കാർ അടുക്കളയിലാണ്. അതിൻ്റെ ഇടയിൽ ചായയാണ് വന്നത്. ചായ കുടിച്ചിട്ട് ചോറ് തിന്നാന്ന് പറഞ്ഞു. അപ്പം നല്ല ചായയും അപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പിടിച്ച മീനുകൾ. ഇത്രയും മീൻ ഞങ്ങൾ പിടിച്ചു. ഇത്രയും നല്ല കുറച്ചധികം ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഇതാ കറി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് മസാലയൊക്കെ കെട്ടിവെച്ചു. പിന്നെന്താ പറയുക, പിന്നെ എല്ലാവരും കൂടെ ഒന്നുകൂടെ ഒന്ന് ഇരുന്ന് സംസാരമൊക്കെ ആയി, ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ അന്നത്തെ ചോറൊക്കെ കഴിച്ച് എല്ലാവരും കുറേ നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.